ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ LBS 2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റിയും കൂടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ഫസ്റ്റ് ഒന്നാമതായിട്ടുള്ളത് SSLC, അതുപോലെ തന്നെ +2 ഇവർ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റാണ് പറയുന്നത്. അതായത് SSLC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് അതിലെന്തുണ്ടായിരിക്കും? നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തേത് വേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത എക്സാമിൻ്റെ എല്ലാം അതായത് 10th +2 +1 ഇതിൻ്റെയൊക്കെ +1 വേണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് വേണം? +2 SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അവർ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മാൻഡേറ്ററി ആണെന്നുള്ളത്. സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് എനി ക്ലെയിം ഫോർ സ്പെഷ്യൽ റിസർവേഷൻ ഫീ കൺസെഷൻ ഇഫ് ആപ്ലിക്കബിൾ. ഇവരിവിടെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതിനിപ്പോൾ OBC OEC റിസർവേഷൻ ഉള്ളവർ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC ST കുട്ടികളെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ കാസ്റ്റുകൾക്കൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫീ കൺസെഷന് കിട്ടുകയുള്ളൂ. പിന്നെ OBC OEC സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. ഇൻകം സർട്ടിഫിക്കറ്റിനും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിനൊക്കെ ഓരോ ഇയർ വാലിഡിറ്റി ഉണ്ട്. അത് എത്രയാണെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാറുടെ കയ്യിൽ നിന്നായിരിക്കണം നിങ്ങൾ SC ST കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക, തഹസിൽദാറുടെ കയ്യിൽ നിന്നായിരിക്കണം. പിന്നെ ഈ OEC സ്റ്റുഡൻസിന് പറഞ്ഞിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. വേറൊരു ടോപ്പിക്കും അതിലുണ്ടാവരുത്. ആ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് എന്നായിരിക്കണം അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഈ OEC സ്റ്റുഡൻസ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കേണ്ടത്. ഇനി സ്കാൻഡ് കോപ്പി ഓഫ് ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇനി ഇൻ്റർ കാസ്റ്റ് മാരേജുള്ള പാരൻസുകളൊക്കെ ചെയ്തിട്ട് പാരൻസ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, അതിന് മാരേജ് സർട്ടിഫിക്കറ്റ് SC ST സ്റ്റുഡൻസിന് അതും തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ് വേണ്ടത്. സ്കാൻഡ് കോപ്പി ഓഫ് ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് ആവശ്യമായിട്ടുള്ളത്. സ്കാൻഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പ്രത്യേക പേഴ്സൺ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവർ ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ബോർഡിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. NRI സ്റ്റുഡൻസ് ഉണ്ട്. NRI കോട്ടയിൽ സീറ്റ് ലഭിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുക? നിങ്ങൾ 5.45 കൊടുത്തിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് വാലിഡിറ്റി. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് 3 ഇയർ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഇൻകം സർട്ടിഫിക്കറ്റ് 1 ഇയർ വാലിഡിറ്റി. ഇൻകം അസറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ EWS കോട്ടയിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എത്രയായിരിക്കണം? 25 to 26 വരെ ആവാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ
നിങ്ങൾ ഈ എന്താ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ ഇവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, ആ സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ആദ്യമേ ഒന്ന് ഡേറ്റ് തീരുന്നതിന് മുമ്പ് റെഡി ആക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇതാണ് ടോക്കൺ ഫീ. നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് അഡ്മിഷൻ കിട്ടിയ ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ടോക്കൺ ഫീ അവർ എത്രയാണോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ളത് ആ ടോക്കൺ ഫീ നിങ്ങൾ മസ്റ്റായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടമാവും. ഇപ്പോൾ ഫീ കൺസെഷനൊക്കെ ഉള്ളത് 1000 രൂപ അടച്ചാൽ മതിയാവും. അല്ലാത്തവർ അവർ പറയുന്ന തുക എത്രയാണോ അത്ര അടയ്ക്കണം. ഏകദേശം 25,000 രൂപയാണ് അവർ ടോക്കൺ ഫീ ആയിട്ട് പറയാറുള്ളത്, അത് ജനറൽ കാറ്റഗറീസിലൊക്കെ.